അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതോടെ മിഡിൽ ഈസ്റ്റ് വലിയൊരു ദുരിതത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ സംഘർഷം സൈനിക തിരിച്ചടികൾക്കും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നതിനും മാത്രമല്ല, ആഗോള വിപണിയിലെ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. ഈ മേഖലയുമായി വലിയ വ്യാപാര ഊർജ ബന്ധങ്ങളുള്ള ഇന്ത്യയെ ഈ സംഘർഷങ്ങൾ കാര്യമായി തന്നെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുതൽ കയറ്റുമതിയും ചരക്കു നീക്കവും വരെ പല മേഖലകളിലും ഈ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഉൽപാദനത്തിലോ വിതരണത്തിലോ ഉണ്ടാകുന്ന ഏത് തടസ്സവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടും. ഈ സംഘർഷം ഇതിനകം തന്നെ ആഗോള എണ്ണവില കൂട്ടിയിട്ടുമുണ്ട്. വിതരണം തടസ്സപ്പെടുമോ എന്ന ഭയത്തിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്കാണ് ഇതിൽ ഏറ്റവും വലിയ ആശങ്കയിൽ ആവുന്നത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ പാത അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ എണ്ണവില ബാരലിന് $100 വരെ എത്തിയേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇത് ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും കറന്റ് അക്കൗണ്ട് കമ്മി കൂടുന്നതിനും കാരണമാകും. ക്രൂഡ് ഓയിലിൽ മാത്രമല്ല ഇന്ത്യയുടെ ആശ്രയം. പാചകവാതക ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. സംഘർഷ മേഖലയിലൂടെ കടന്നു പോകാൻ കപ്പലുകൾ മടിക്കുന്നതും ടാങ്കറുകളുടെ നീക്കം കുറഞ്ഞതും വിതരണ ശൃംഖലയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്ഷാമം ഒഴിവാക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾ ആഭ്യന്തരമായി LPG ഉൽപാദനം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി നീണ്ടുപോയാൽ വീടുകളിലെ പാചകവാതകത്തിന് വില കൂടാനും ക്ഷാമം നേരിടാനും സാധ്യതയുമുണ്ട്. ഈ പ്രതിസന്ധി ഇന്ത്യയുടെ വ്യാപാര മേഖലയിലും ബാധിക്കുന്നുണ്ട്. ചരക്കുകൂലി വർധന, ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം, ചരക്കു നീക്കത്തിലെ കാലതാമസം എന്നിവ പ്രധാന ആശങ്കകളായി മാറുകയാണ്. പശ്ചിമേന്ത്യയുമായി വ്യാപാരം നടത്തുന്ന കയറ്റുമതിക്കാർക്ക് ചരക്കു നീക്കത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കപ്പൽ പാതകളിലെ അനിശ്ചിതത്വം സാധനങ്ങൾ എത്തുന്നത് വൈകിപ്പിക്കും. സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, തുണിത്തരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിയും ഇത് ബാധിക്കും. പ്രതിസന്ധി ഊർജ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് സാമ്പത്തിക വിപണികളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ഉയരുന്ന എണ്ണവിലയും സംഘർഷ സാഹചര്യവും നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായേക്കാം. ക്രൂഡ് ഓയിൽ വില കൂടിയാൽ അത് പണപ്പെരുപ്പത്തിന് കാരണമാകും. സർക്കാരിന് സബ്സിഡികൾക്കായി കൂടുതൽ പണം സങ്കീർണമായി ബാധിക്കും. ആഗോളതലത്തിൽ നിക്ഷേപകർ സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറുകയാണ്. ഇതും വലിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സൂചനയാണ്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് വഴിമാറാനുള്ള സാധ്യതയുമുണ്ട്. ഊർജ വിതരണം, വ്യാപാര പാതകൾ, സാമ്പത്തിക വിപണികൾ എന്നിവയിലെ തടസ്സങ്ങൾ ഇതിനകം വ്യക്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ അതീവ ഗൗരവമുള്ളതാണ്. ഇന്ധനവില വർധന മുതൽ കയറ്റുമതിയിലെ വെല്ലുവിളികൾ വരെ സംഘർഷം തുടർന്നാൽ സാമ്പത്തിക ആഘാതം വലുതായിരിക്കും. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ കഴിയുമോ, അതോ ആഗോള ഊർജ വ്യാപാര രംഗത്തെ മാറ്റിമറിക്കുന്ന ഒരു നീണ്ട യുദ്ധത്തിലേക്ക് ഈ മേഖല നീങ്ങുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.